ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ഞായറാഴ്ച നാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണെന്നുള്ള ഓർമ്മയിലൊന്നുമല്ല. നമുക്കൊന്ന് ഒത്തുകൂടിയാലോ എന്ന് ഞാനും എൻ്റെ എവർഗ്രീൻ ഫ്രണ്ടായ ജീനയും തമ്മിലൊന്ന് തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഞായറാഴ്ചയല്ലേ, മക്കൾ രണ്ടുപേരും ഫ്രീ ആണല്ലോ എന്ന് കരുതി അവർ രണ്ടുപേരും ജീനയും കൂടെ കാലത്തേ എൻ്റെ വീട്ടിലെത്തി. അവിടെ ഇരുന്ന് ഞങ്ങൾ ആലോചിച്ചതാണ് ഇനി എന്താണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു ബോട്ട് റൈഡ് ഉണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കൂ എന്ന്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞങ്ങൾ കോളേജ് മുതലേ ഒരുമിച്ച് പഠിച്ചവരാണ്. അതിനുശേഷം ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തു, ഒരേ പോസ്റ്റിലിരുന്ന് റിട്ടയർ ചെയ്തു. ഞങ്ങളുടെ സ്വന്തം വീടുകളും ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ്. അപ്പോൾ ഇതൊരു പത്തരമാറ്റ് തങ്കപ്പെട്ട ഫ്രണ്ട്ഷിപ്പ് അല്ലേ? 38 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഈ തുടരുന്നത്. അല്ലെങ്കിലും ഈ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് എന്നുമെന്നുമുള്ള വിളികളിലോ എന്നുമെന്നുമുള്ള കൂടിക്കാഴ്ചകളിലോ ഒന്നുമല്ല. ഇത് ഹൃദയം കൊണ്ടുള്ളൊരു സ്നേഹമാണ്. അത് കല്യാണം കഴിഞ്ഞാലും മക്കളുണ്ടായാലും ഒക്കെ ഇത് നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കും. അത്തരമൊരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടേതും. ദേ നോക്കിയേ, മക്കളാണെങ്കിലും ഞങ്ങളോടൊപ്പം ചേരുന്നവർ. ഞങ്ങളുടെ ഈ പ്രായത്തിലുള്ള ഡാൻസിനും പാട്ടിനും ഒക്കെ അവരുടെ സപ്പോർട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. ഇവർ കാണിക്കുന്നത് കണ്ട് അതുപോലെയൊക്കെ ഒന്ന് കാണിക്കുകയാണ്. ഒരു സന്തോഷം, അല്ലാതെ എന്താ. ഇതൊക്കെയല്ലേ ഉള്ളൂ നമുക്കിനിയുള്ള ജീവിതത്തിൽ ഓർത്തു വയ്ക്കാൻ. കിട്ടുന്ന നിമിഷങ്ങളൊന്നും, സന്തോഷിക്കാൻ കിട്ടുന്ന നിമിഷങ്ങളൊന്നും വെറുതെ കളയരുതെന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. ശരിയല്ലേ? ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇത് വേമ്പനാട്ട് കായലിലാണ്. ഇവിടെ നിന്ന് ബോട്ടിൽ കുറച്ച് നേരം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇറങ്ങി നിൽക്കാനുള്ള സ്ഥലവും ഒക്കെ ഉണ്ട്. അതും കായലിൻ്റെ ഏകദേശം ഒരു നടുഭാഗത്താണ്. മറ്റനേകം ബോട്ടുകളും അവിടെ എത്തിയിട്ടുണ്ട്. അനേകം ഗ്രൂപ്പുകളും ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു ഇവിടെ ഇറങ്ങാൻ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഒരു പ്രശ്നവുമില്ലെന്ന്. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഈ സ്ഥലത്തെ പറ്റിയും ഒക്കെ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണണേ.